ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മഹാദേവനും ഗൗരിയും ഗംഗയും രാധാമണിയും ശേഖരനും കമലയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് ഗൗരിയുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ശങ്കർ ഇങ്ങനെ പറയണത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് മഹാദേവൻ, അതെ, നിന്നെ പോലെ ഭാര്യയുടെ വാക്കും കേട്ട് തുള്ളുന്ന ആളാണ് മഹാദേവൻ എന്ന് നിനക്ക് തോന്നണുണ്ടോ? എൻ്റെ മരുമോളുടെ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് നിന്നോട് ആരടാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണിയുടെ കിളി പോയി, ശരിക്കും ശേഖരൻ്റെയും പോയി. ശേഖരനും അതിശയത്തോടെ നോക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട്, എന്തോട്ടാടാ കുട്ടിശങ്കര, നിന്റെ നാവ് അങ്ങ് ഇറങ്ങിപ്പോയോടാ, ചോദിച്ചു കേട്ടില്ലേ? ഒരു മോള്, നീ ഉണ്ടല്ലോ, നീ ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമോളാണ് കേട്ടോ. അതുകൊണ്ട് ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഏറ്റവും ഇളയുള്ള മരുമോള് നമ്മുടെ കുട്ടിശങ്കരൻ പറഞ്ഞ പോലെ ഗൗരി മോള് നമ്മുടെ കുടുംബത്ത് വന്ന ശേഷം ആദ്യത്തെ പിറന്നാളാണ് ഈ വരാൻ പോണത്. അതെ, കുറയ്ക്കാൻ പറ്റില്ല കേട്ടോ, ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ആ പിറന്നാൾ നമുക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛാ എന്ന് പറഞ്ഞ് കുട്ടിശങ്കരനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു പരുവാക്കി നമ്മുടെ മഹാദേവനെ. എൻ്റെ പൊന്നച്ഛ, അച്ഛനൊരു സംഭവം കേട്ടോ, ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞോട്ടോ. അച്ഛൻ എൻ്റെ വക ഒരു ചക്കരുമ്മ എന്നൊക്കെ പറഞ്ഞ് മഹാദേവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് നമ്മുടെ കുട്ടിശങ്കരൻ. എടാ കുട്ടിശങ്കര, ദേ നിനക്കറിയാലോ, എന്നും നിൻ്റെ സന്തോഷമാണ് ഈ അച്ഛന് വലുത്, അതിലൊരു മാറ്റമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താടാ നിൻ്റെ ഈ പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി തന്നെ വന്നത്? എന്താ നീയേ എങ്ങനെയാന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോന്നേ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഗൗരി മോളുടെ പിറന്നാളെ ഗംഭീരമായിട്ട് നടത്തണം. നീ തീരുമാനിക്കണ പോലെ തന്നെ ചിലവ് എത്രയായാലും ഈ ചാരങ്ങാട്ട് മഹാദേവന് ഒരു പ്രശ്നമില്ല. ഈ മനുഷ്യന് എന്ത് പറ്റി എന്ന് രാധാമണി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ശംഖുവും ഗൗരിയും ദേവമാമയും എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ഗൗരിയുടെ പിറന്നാളിനെ ഞാനൊരു സെലിബ്രിറ്റി ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞെട്ടി. അപ്പോൾ വേഗം ശേഖരൻ, എടി ഗംഗേ, ആരടി ആ സെലിബ്രിറ്റി ഗസ്റ്റ്? ഒന്ന് പറഞ്ഞടി, വല്ല സിനിമാ നടിമാരായിരിക്കും അല്ലേ? എൻ്റെ പൊന്ന് കോഴിശേഖര, നീ ഒന്ന് അടങ്ങടാ എന്ന് പറഞ്ഞു മഹാദേവൻ. അതെ ശേഖരേട്ടാ, വേഗം വീണ്ടും ശേഖരേട്ടന് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പുണ്ടെന്ന് കൂട്ടിക്കോ, വരുന്നതേ ഒരു പെൺകുട്ടിയാ എന്ന് പറഞ്ഞു. ഉഷു, ആണോ? ഏതായാലും നമ്മുടെ ചേട്ടച്ചേരി ഹാപ്പി ആയല്ലോ, അത് മതി എന്ന് പറഞ്ഞ ഉടനെ ശങ്കർ, ആ പെൺകുട്ടിയെ കാണുമ്പോഴേ നിങ്ങളെല്ലാവരും ഞെട്ടിത്തരിച്ചു കൂട്ടോ. ഞങ്ങൾ ഞെട്ടിപ്പോകുന്നോ? ഞെട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടും. അതാരാ ഗംഗമ്മോളെ? ഞങ്ങളെല്ലാവരെയും ഞെട്ടിക്കുന്ന ആ പെൺകുട്ടി ആരാ? അതൊരു സസ്പെൻസാന്ന് കൂട്ടിക്കോ. പിന്നെ ഗൗരിയുടെ പിറന്നാൾ ദിവസം വരെ ദേവമാമി ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ആളാരാണെന്ന് അപ്പം അറിയാലോ, അതുപോലെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ ഇരിക്കുകയാണ്, ആരായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ. ഗൗരി അവിടെ നിൽപ്പുണ്ട്. ശംഖു ഇങ്ങനെ ചോദിക്കുകയാണ് ആരാണ് എന്ന്. പിന്നെ കാണുന്നത് നമ്മുടെ ശിവാനീനെയാണ്. അപ്പോൾ ശിവാനീതയുടെ ആദർശിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ്. ആദർശേട്ടാ എന്ന് വിളിച്ചു. രഞ്ജു, താനിവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ആദർശേട്ടനെ ഇന്ന് ജോയിൻ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിരുന്നോ, പക്ഷെ തീരെ ഒഴിവാക്കാൻ കഴിയാത്ത ചില തിരക്കുകളുണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആദർശേട്ടനെ വെൽക്കം ചെയ്യാൻ ഞാനും ആ ടീമിൽ അവിടെ ഉണ്ടാവുമായിരുന്നു. സോറി. അത് സാരമില്ല, തന്നെ ഞാൻ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. താൻ ട്രാൻസ്ഫറൊക്കെ വാങ്ങി പോയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. ശരിയപ്പോൾ എന്നാൽ പിന്നെ രഞ്ജുവിൻ്റെ ജോലി അടക്കട്ടെ. ഇടയ്ക്ക് ഞാൻ അങ്ങനെയൊന്ന് ആലോചിച്ചിരുന്നോ, പക്ഷേ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇനിയും ഇവിടെ തന്നെ തുടരാനാണോ തീരുമാനം? ഞാനിവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോകണം എന്ന് ആദർശേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചില മനുഷ്യരുടെ പ്രസൻസ് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ആദർശേട്ടന് എന്നോട് ദേഷ്യം ഉണ്ടാകുന്ന എനിക്കറിയണം. ഒന്ന് ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന ചെറിയ തെറ്റുകളൊന്നും അല്ല ഞാൻ ആദർശേട്ടനോട് ചെയ്തത്, അതും എനിക്കറിയാം. രഞ്ജു, കഴിഞ്ഞത് കഴിഞ്ഞോ, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ആദർശേട്ടാ പ്ലീസ്, എനിക്ക് പറയാനുള്ളത് ആദർശേട്ടൻ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. രഞ്ജു, ഇത് വർക്കിംഗ് ടൈമാണ്, ഓൺ ടൈം. താൻ ഈ ബാങ്കിൽ വന്നിരിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മറന്നു പോവരുത്. ആദർശേട്ടാ,
ആദർശേട്ടന് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. രഞ്ജു, ദേ എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ എന്തിനാ തനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കണം എന്ന് ചോദിച്ചു. അതിന് മാത്രം എന്ത് ബന്ധമാണ് നമുക്കിടയിലുള്ളത്? ആദർശേട്ടന് എന്നെ ഒരു സുഹൃത്തായിട്ടെങ്കിലും ഒന്ന് കണ്ടൂടെ? തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ രഞ്ജു. ഒരു നല്ല സുഹൃത്തിന് വേണ്ട യാതൊരു യോഗ്യതയും രഞ്ജുവിനില്ല എന്ന് തന്നെ പറഞ്ഞു. രഞ്ജു പ്ലീസ്, താൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് തന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേണിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ തീർന്നേനെ. ശിവരഞ്ജനെ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്നെ പോലെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ തന്നെ തനിക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എത്രത്തോളം തന്നെ വെറുക്കുന്നുണ്ടെന്ന്. ഇനിയും ഞാൻ പറയണോ? തനിക്ക് കഴിയുമെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ ബ്രാഞ്ചിൽ നിന്ന് ദൈവത്തെ ഓർത്ത് ട്രാൻസ്ഫർ വാങ്ങി എങ്ങോട്ടെങ്കിലും ഒന്ന് പോ. എനിക്ക് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സഹായം അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രഞ്ജു ഇങ്ങനെ ആകെ കരഞ്ഞ് തളർന്നവിടെ നിൽക്കണം. എന്നിട്ട് രഞ്ജു ഒന്നും മിണ്ടിയില്ല, ആദർശ് നോക്കുന്നതുമില്ല. അവസാനം രഞ്ജു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നു കേട്ടോ. എന്നിട്ട് ആദർശിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും ആദർശ് ഒന്നൊരു രക്ഷയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര കലിപ്പിലായിട്ടോ, മുഖമൊക്കെ ആകെ വാടി വന്നിട്ട് നേരെ വിളിക്കുന്നത് ധ്രുവൻ്റെ ഫോണിലേക്കാണ്. ശിവാനി എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഫോൺ എടുത്തത്. ആ ശിവാനി പറ, നഷ്ടപ്പെട്ട എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എനിക്ക് തിരികെ വേണം ധ്രുവ. ശിവാനി, നീ പഴയ ശിവാനിയായിട്ട് മടങ്ങി വന്നാൽ നിനക്ക് താനെ ആ സെൽഫ് റെസ്പെക്റ്റ് നിന്നിലേക്ക് തന്നെ വന്നു ചേരും. നീ ആ ശിവാനി ആവാൻ തയ്യാറായാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം നോക്കിയിരുന്നിട്ട് ആകെ ഇതായിപ്പോട്ടോ. ഇന്ന് എന്നെ, എൻ്റെ സ്നേഹത്തെ, എൻ്റെ വ്യക്തിത്വത്തെ, അതിനെയൊക്കെ അപമാനിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. ആദർശ് ചേട്ടനോട് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനമെങ്കിലും എനിക്ക് നൽകണം എന്ന് ഞാൻ വളരെ കെഞ്ചി തന്നെ സംസാരിച്ചു. പക്ഷേ കേവലം ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം പോലും എനിക്ക് നിഷേധിക്കാൻ ഞാൻ അത്രയും മോശപ്പെട്ട സ്ത്രീയാണോ ധ്രുവ എന്ന് ചോദിച്ചു. ധ്രുവ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു മോശപ്പെട്ട സ്ത്രീ അല്ലെന്ന് എനിക്ക് തെളിയിക്കണം. ശിവാനി, ആദർശിനോടും വേണിയോടും ഒരുപാട് കണക്കുകൾ ചോദിക്കാനില്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് വേണി എൻ്റെ ചെകിടത്തടിച്ചു, അത് ഞാൻ അന്ന് ക്ഷമിച്ചു. എന്നെ അപമാനിച്ചിറക്കി വിട്ടു. അന്ന് ഞാനത് ക്ഷമിച്ച് കളഞ്ഞതാണ്. പക്ഷേ പിന്നീട് ഇവിടെ വച്ച് അവൾ വീണ്ടും എന്നെ വെല്ലുവിളിക്കുക ചെയ്തത് എന്ന് പറഞ്ഞു. ഒരിക്കലും ഇപ്പോൾ ആദർശേട്ടനും എന്നെ വലിയതായിട്ട് ഇൻസൾട്ട് ചെയ്തു. ഇനി ഇതൊന്നും സഹിക്കാനായിട്ട് എന്നെക്കൊണ്ട് എനിക്ക് കഴിയില്ല ധ്രുവ എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ അടി, ഞാൻ അനുഭവിച്ച അപമാനം, അതിനൊക്കെ എനിക്ക് തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. ശിവാനി, ഇപ്പോഴാണ് നീ എൻ്റെ ശിവാനിയായി മാറിയത് എന്ന് പറഞ്ഞു. ശിവാനി, നീ ഒരു കാര്യം അറിഞ്ഞോ? നിനക്ക് വേണ്ടിയിട്ട് ആദർശിനോടും വേണിയോടും പ്രതികാരം ചെയ്യാൻ പോകുന്നത് ഈ ധ്രുവനായിരിക്കും. നീ ധൈര്യമായിട്ടിരുന്നോ. പക്ഷേ ആദർശിനും വേണിക്കും പണി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നീ അനുസരിക്കണം. നീ പറഞ്ഞോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറഞ്ഞോ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. വേണി അയാളെ ഉപേക്ഷിക്കണം. പിന്നെ എന്നെ അപമാനിച്ച അയാൾ നാണം കെട്ട് പോകണം. പിന്നെ ഇത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ അത്രത്തോളം നാണം കെടുത്തണം എന്ന് പറഞ്ഞു. ആദർശ് സ്വന്തം ഭർത്താവാണെന്ന് പറയാൻ കഴിയാതെ കൃഷ്ണവേണി തല താഴ്ത്തി നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ, എന്തും എന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത് നീ അത് പറ എന്ന് പറഞ്ഞു. പറയാം, എല്ലാം വിശദമായിട്ട് തന്നെ പറയാം എന്ന് പറഞ്ഞ് ധ്രുവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്ക് ധ്രുവന് ഭയങ്കര സന്തോഷമായി. ശിവാനിക്കും ഒരാശ്വാസമൊക്കെ ആയി. പാണ്ടി കൊടുക്കാൻ റെഡിയായി. ഇപ്പോഴാ അവൾ എൻ്റെ വഴിക്ക് വന്നത് എന്നോർത്ത് സന്തോഷത്തിലായി ധ്രുവൻ കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ രാധാമണീനെയാണ്. രാധാമണി ചായ കൊണ്ട് മഹാദേവന് കൊടുക്കുകയാണ്. എന്നിട്ട് രാധാമണി ഇങ്ങനെ നോക്കുക. നീ എന്തൊട്ടാടി, നീ എൻ്റെ കെട്ടിയോനെ ആദ്യമായിട്ട് കാണുക, നീ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചാട്ടോ. രാധാമണി തങ്കച്ചി പറയ, നീ എന്താ ഇങ്ങനെ കണ്ണും ഇങ്ങനെ തുറുപ്പിച്ച് നോക്കണത്? അല്ല, നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല, അത് തന്നെ കാര്യം. അതുകൊണ്ടങ്ങ് നോക്കി നിന്ന് പോയതാ. എൻ്റെ മനസ്സിലെ പലതും ഉണ്ടാവും. പലതും എന്ന് പറഞ്ഞാൽ പലതും. അല്ല,
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ ഗൗരിയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പാട് മൊത്തം സഹിക്കുന്നത്? അതേലോ, അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ രാധാമണി? എന്നിട്ടാണോ നിങ്ങൾ അവളുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് നിങ്ങൾ ശങ്കറിനോട് പറഞ്ഞത്? എടി രാധാമണി തങ്കച്ചി, നിന്നോടൊരു കാര്യം പറയട്ടെ. ഗൗരി ഉണ്ടല്ലോ, എൻ്റെ കുട്ടി ശങ്കരൻ്റെ പെണ്ണാണ്. അതെന്ന് വെച്ചാലേ ഈ വീട്ടിലേക്ക് വന്ന് കയറിയ എൻ്റെ രണ്ടാമത്തെ അരിമോള്. നിനക്കറിയില്ലേ അത്? അവൻ്റെ പിറന്നാളെ ഗംഭീരാക്കി മാറ്റണം. അതിഗംഭീരമായിട്ട് അത് ആഘോഷിക്കുക തന്നെ ചെയ്യണം. നിനക്കിപ്പോൾ എന്താ അതിന് കുഴപ്പം? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ ആരുടെ സൈഡാ എന്ന് ചോദിച്ചോ. എൻ്റെ സൈഡോ അതോ അവളുടെ സൈഡോ? അപ്പം മഹാദേവനൊന്ന് പൊട്ടിച്ചിരിച്ചിട്ട്, ഷോ, ഒരു വശത്ത് അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സകല കുതന്ത്രങ്ങളും പയറ്റുക, മറുവശത്താണെങ്കിലോ അവളുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുക. എന്തൊക്കെ കാണിച്ചു കൂട്ടണത്? ഇതെന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാദേവൻ ചിരിച്ചിട്ട്, എൻ്റെ പൊന്നു രാധാമണി, ഭഗവാൻ ശ്രീകൃഷ്ണനില്ലേ, ശ്രീകൃഷ്ണന് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായപ്പോഴേ തൻ്റെ സുദർശന ചക്രം കൊണ്ട് കംപ്ലീറ്റ് കൗരവർ ടീമിനെയും നശിപ്പിക്കാമായിരുന്നില്ലേ? പക്ഷേങ്കിൽ എന്തേ നമ്മുടെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ചെയ്തത്? അതിനുള്ള പവർ ഉണ്ടായിട്ട് പോലും ഗുരുവായൂരപ്പൻ ചെയ്തൊരു പരിപാടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ നിനക്ക്? കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് സുദർശന ചക്രം എടുത്ത് ദേ പോക്കറ്റിലിട്ടിട്ട് കുതിരയുടെ കടിഞ്ഞാണിങ്ങനെ ആട്ടി ഒരു സാരഥിയായിട്ട് മാത്രമാണ് സിംഹമായിട്ട് ഇതെല്ലാം കണ്ടിരുന്നു. എന്തേ, ശരിയല്ലേ? ഗൗരിയുടെ പിറന്നാളും കുരുക്ഷേത്ര യുദ്ധമായിട്ട് എന്താ മനുഷ്യ ബന്ധം? അപ്പോൾ വീണ്ടും മഹാദേവൻ നിന്ന് ചിരിക്കുകയാണ്. ഓ എടി രാധാമണി തങ്കച്ചി, നീ ഒന്ന് കേക്ക്. നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം എന്തുട്ടാ സംഭവിക്കാൻ പോണത് പറയ എന്ന് പറഞ്ഞു. എന്താ വിശേഷം നീ പറയാം. എനിക്കറിയാം. അറിയാം, എലക്ഷനല്ലേ പിറ്റേ ദിവസം? അത് തന്നെ, അതെ എലക്ഷനാണ്. അത് തന്നെയാണ് പ്രശ്നം. നീ പറഞ്ഞ തിരഞ്ഞെടുപ്പാട്ടോ. എനിക്ക് ഈ തൃശ്ശൂർ ഈ എലക്ഷനിൽ എനിക്ക് ജയിച്ചേ പറ്റൂ. ചാരങ്ങാട്ട് മഹാദേവൻ ജയിക്കണ്ടേ? നീ പറ. ജയിക്കണം. അതുകൊണ്ട് ജയിച്ചേ പറ്റൂട്ടോ. അല്ല, നിങ്ങൾ വീണ്ടും എന്നെ കുഴപ്പിക്കല്ലേ എൻ്റെ പൊന്നു മനുഷ്യ. ഇത് തൃശ്ശൂർ ജയിക്കുന്നതും ഗൗരിയുടെ പിറന്നാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. പിന്നെ എന്താ ബന്ധം? എൻ്റെ പൊന്നോ, എടി രാധാമണി, ഒരു കാര്യം പറയട്ടെ. ഇത് രാഷ്ട്രീയമാണ് കേട്ടോ, രാഷ്ട്രീയം. അത് നീ ആദ്യം മനസ്സിലാക്കുക. കുരുക്ഷേത്ര യുദ്ധം എപ്പോൾ തുടങ്ങും, എവിടെ അവസാനിക്കും എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാട്ടോ അർജുനൻ്റെ തേരിൻ്റെ കടിഞ്ഞാൻ ഭഗവാൻ കയ്യിൽ പിടിച്ചത്. അതിന് സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ തന്നെയാട്ടോ ഈ കാര്യവും. ഈ ഇലക്ഷന് ജയിക്കാനായിട്ട് എപ്പോൾ ചെയ്യണമെന്ന് ഈ മഹാദേവനെ വ്യക്തമായിട്ട് അറിയാട്ടോ. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട. അതറിഞ്ഞുകൊണ്ട് തന്നെയാ എൻ്റെ രാധാമണി തങ്കച്ചി ഞാൻ ഈ പിറന്നാൾ ആഘോഷം കുട്ടിശങ്കരൻ വിചാരിച്ചതുപോലെ തന്നെ അതിഗംഭീരമായിട്ട് നടത്തുന്നത്. ഞാൻ തീരുമാനിച്ചതിന് കാരണം മനസ്സിലായോ നിനക്ക് വല്ലതും എന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണിക്ക് വലുതായിട്ടൊന്നും ക്ലിക്ക് ചെയ്തില്ല. ആൾ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണാൻ നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഓഫീസിലിരുന്നിട്ട് വേണിക്ക് മെസ്സേജ് അയക്കുകയാണ്. വേണി, എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. വെയിറ്റിംഗ് ഫോർ കൃഷ്ണവേണി എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കയറി വരണത്. സാറേ, മാനേജർ പോയോ? സാറ് പോയല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്താ ചേട്ടാ പ്രശ്നം? എന്തിനാ സാറിനെ കാണുന്നത്? സാറേ, ഒരു ഇൻഡസ്ട്രിയൽ ലോണിന് ഞാൻ കുറേ നാളായിട്ട് കയറി ഇറങ്ങി നടക്കുക. ഓരോ തവണയും ഓരോ കാര്യം പറഞ്ഞ് ലോൺ മുടങ്ങിപ്പോവും. കടം കൊണ്ട് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥയായി, കെട്ടി തൂങ്ങണ അവസ്ഥയിലെത്തി. എൻ്റെ അവസ്ഥ മുഴുവൻ ഇവിടുത്തെ മാനേജർ സാറിനറിയാം. ഇന്ന് രാവിലെ തന്നെ മാനേജർ സാറ് എൻ്റെ ലോൺ അപ്രൂവ് ചെയ്തതാണ്. എന്നാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലൂടെ കഴിഞ്ഞാൽ എൻ്റെ ലോൺ സാക്ഷിയാക്കിട്ടോ. ഇന്ന് വൈകിട്ട് തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യാമെന്ന് സാറ് സമ്മതിച്ചിരുന്നതാണ്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യാതെ ലോൺ പാസ്സാവില്ലല്ലോ സാർ. അയ്യോ, മാനേജർ ഇനി തിങ്കളാഴ്ച വരൂ.
അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, തിങ്കളാഴ്ച ആയി പോയാൽ എല്ലാ പണിയും പാളും. എനിക്ക് ലോൺ കിട്ടുകയില്ല. സാറിനറിയാലോ, തിങ്കളാഴ്ച മുതൽ അടുത്ത അക്കൗണ്ടിങ് ഇയറാണ്. ഞാൻ പുതിയ ലോൺ അപ്ലൈ ചെയ്യേണ്ടി വരും. സാറേ തുറന്നു പറയാലോ, ഈ കച്ചിത്തുരുമ്പോഴൊന്ന് കൈവിട്ടി പോയാൽ പിന്നെ സാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കേ. എൻ്റെ ചേട്ടാ, ഞാൻ പറയട്ടെ, ഞാൻ എങ്ങനെ സഹായിക്കാനാ? സാറ് വേറെ ഒന്നും ചെയ്യണ്ട, ഈ ഡോക്യുമെൻ്റ് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രം മതി. സാർ പ്ലീസ്, ബാക്കി ഞാൻ എല്ലാം നോക്കിക്കോളാം. ചേട്ടാ, ഞാനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുക. തന്നെയല്ല സ്റ്റാഫുകളും പോയി. അപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചിട്ട് രഞ്ജിനി ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിനി അങ്ങോട്ടേക്ക് വന്നു. സർ എന്ന് വിളിച്ചു. വരൂ. അപ്പോൾ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ രഞ്ജിനി വളരെ ഇതോടെ ഇതായിട്ട്, ശിവരഞ്ജിനി ഇദ്ദേഹത്തിൻ്റെ ലോണ് മാനേജർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനോട് കഴിഞ്ഞാൽ ലോൺ സാങ്ഷൻ ആവും. താനൊരു കാര്യം ചെയ്യുക, പെട്ടെന്ന് വേഗം തന്നെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് സാർ മെയിലൂടെ മാനേജർക്ക് അയക്കുമായിരുന്നെങ്കിൽ വേഗം ലോൺ അപ്രൂവ് ചെയ്ത് തന്നെ. ശരി, പെട്ടെന്ന് തന്നെ ശിവരഞ്ജിനി ഇതെല്ലാം ചെയ്ത് ഡോക്യുമെൻ്റ് ക്ലിയർ ആക്കുമോ? എത്ര സമയത്തിനുള്ളിൽ ഇത് ക്ലിയർ ആക്കാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം രഞ്ജിനി, അതിന് ഞാൻ എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ലല്ലോ ഡോക്യുമെൻറ്റ്സ് ഒന്നും. ഓക്കെ, വിത്തിൻ 1 hour അതിനുള്ളിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടന്നിരിക്കണം എന്ന് പറഞ്ഞു. സർ അത് പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അത് പറ്റില്ല, നോക്കിയില്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ ലോണ് അത് ക്യാൻസലായി പോവും. ഇദ്ദേഹത്തിന് പിന്നീട് ലോൺ കിട്ടില്ല. അതുകൊണ്ട് വേഗം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. എങ്ങനെയെങ്കിലും ശരി ചേട്ടാ, ഞാൻ 1 മണിക്കൂറിൽ ശരിയാക്കി തരാം. ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ തന്നോളൂ എന്ന് പറഞ്ഞ് ശിവരഞ്ജനെ ഡോക്യുമെൻറ്റ്സ് മേടിച്ചുകൊണ്ട് ശിവരഞ്ജൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആദർശിനെ ആ കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയാണ്. അപ്പോൾ അതേണ്ട നവീൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നവീൻ ബ്രോ, എന്താ വിശേഷം? താൻ എന്താടോ കാണുന്നില്ലായിരുന്നല്ലോ ഇങ്ങോട്ട്. അത് പിന്നെ എനിക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി ഉണ്ടായിരുന്നു. ഗസ്റ്റാണോ പെണ്ണോ എന്നിങ്ങനെ ചോദിച്ചു ധ്രുവൻ. നവീൻ ബ്രോ, നമ്മൾ ഒരുമിച്ച് പല കാര്യങ്ങളും മുൻപോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിൽ എവിടെയോ വല്ലാത്തൊരു മിസ്റ്ററി കിടപ്പുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ, അതാണ് നമ്മുടെ നവീൻ ബ്രോ. പൊളിയാട്ടോ. പിന്നെ ഒരു ഗുഡ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ എന്ന് ചോദിച്ചു. ചാരങ്ങാട്ടുകാർ ഗൗരിയുടെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അല്ല, ശങ്കർ ഭായി ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഭായി എങ്ങനെ അറിഞ്ഞത്? നമുക്ക് എങ്ങനെയത് ഗുഡ് ന്യൂസ് ആവും എന്ന് ചോദിച്ചു. ഒന്ന് ചിരിച്ചു കേട്ടോ. അതൊക്കെ പറയാം, നീ എന്താ പെട്ടെന്നൊരു ഷോക്കായതുപോലെ? ചാരങ്ങാട്ടുകാർ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന കാര്യം നവീൻ ബ്രോ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞാലെന്താ, അറിഞ്ഞു. അതാ ചോദിച്ചത്, എങ്ങനെ അറിഞ്ഞു എന്ന്. അതൊക്കെയുണ്ടോ എൻ്റെ ധ്രുവ? നമുക്ക് ഇൻഫർമേഷൻ പോരെ ആളറിയണോ? നവീൻ ബ്രോ, നിങ്ങളുടെ ഈ ചിരിയിൽ നിങ്ങൾ എന്തോ ഒരു സീക്രട്ട് ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. നിനക്ക് എന്താ അറിയേണ്ടത്? ഗൗരിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യം നവീൻ ബ്രോ എങ്ങനെ അറിഞ്ഞു? നമ്മളെ സഹായിക്കാൻ ചാരങ്ങാട്ടും ആരെങ്കിലും ഉണ്ടെന്ന് നീ ഒന്ന് കരുതിക്കോ. എൻ്റെ പൊന്നു, പൊളിച്ചിട്ടാ, സൂപ്പർ. ആരാ എന്നിങ്ങനെ ചോദിച്ചു. ചാരങ്ങാട്ട് ഹെൽപ്പ് ചെയ്യണത്? സമയമാവട്ടെ പറയാം, പക്ഷെ ആ പേര് വെളിപ്പെടുത്താൻ എനിക്ക് ഇപ്പോൾ നിർവാഹമില്ല. പക്ഷെ സമയമാകുമ്പോൾ ആൾ തന്നെ നിൻ്റെ മുന്നിൽ വന്നോളും. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ധ്രുവൻ. അപ്പോൾ അതെ, ഗൗരിയുടെ പിറന്നാളിന് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? എന്ത് സമ്മാനം എന്ന് ചോദിച്ചു. ശങ്കറിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു സമ്മാനം, ശങ്കർ ബായിക്ക് തന്നെ നമുക്ക് സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.